ഒരു ബൈബിളിനകത്ത് ഇൻ്റർനെറ്റ് ഇല്ല. പക്ഷെ നമ്മളൊരു ഇൻ്റർനെറ്റിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഖുറാനുണ്ട്, ബൈബിളുണ്ട്. ടെക്നോളജി നല്ലതാണ്, വളരെ നല്ലതാണ്, അതുപോലെ തന്നെ വളരെ ചീത്തതാണ്. മൂവി എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഈ മനുഷ്യനെ ജഡ്ജിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്ത് കളയാനുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി ലോകത്തുള്ള ആർക്കെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എത്ര നല്ലവനും ഏത് സമയത്തും മോശമാകാം. കൂടുതൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളാണ്. സംസാരിക്കുന്നവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട്, ചോദിക്കുന്നവരുടെ അടുത്ത് കാര്യങ്ങൾ. ഇത്രയും മാത്രം നന്മ ചെയ്ത ഒരാൾ, അയാളുടെ ഉള്ളിലൊരു അത്യാഗ്രഹം കയറിയിട്ട് അയാൾ ചെയ്തത് എന്താണ്? ആരുടെ കയ്യിലാണ് കിട്ടണതെന്ന് ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. അത് ഡ്രഗ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും മനുഷ്യനെ അത്രയും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യന് ഒരിക്കലും നിഷ്പക്ഷനാകാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള വേവ് ലെങ്ത്തുള്ള ആൾക്കാരെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ അന്വേഷിച്ച് കിടക്കുന്നത്. എനിക്കതുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ്. ഞാൻ ഭയങ്കര ടെക്നോളജി ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള ആപ്പിനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും.